അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ വീഡിയോ ഈ ഡ്രസ്സിൻ്റെ കട്ടിങ് ആയിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് കാണാം. നമ്മൾ ലാസ്റ്റ് കട്ട് ചെയ്ത് വെച്ച് നെക്കിൻ്റെ പാർട്ടില്ലേ, അത് ഞാനൊരു തുണിയായിട്ട് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേ. സാധാരണ രീതിയിൽ ക്യാൻവാസ് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്ത ക്യാൻവാസ് നമ്മളെ ഡ്രസ്സിൻ്റെ നെക്കിൻ്റെ അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതായത് നെക്ക് വിഡ്ത്ത് 3, നെക്ക് ഡെപ്ത്ത് 3 ഇഞ്ചാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ അവിടെ സെൻറ്റർ വെച്ചിട്ട് പോയിന്റ് മാർക്ക് ചെയ്ത് നമുക്കിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അത് സൈഡ് വൈസും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ക്യാൻവാസിൻ്റെ 2 സൈഡും ഇങ്ങനെ അടിച്ചെടുത്തിട്ട് സെൻറ്ററിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ട് മറിച്ചടിക്കുക. അതിന് ശേഷം നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യാം. ഇതേപോലെ 2 ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാം. മുന്നേ ചെയ്ത കട്ടിങ് വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. അതൊന്ന് പോയിട്ട് കണ്ടാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോന്ന് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ സ്ലീവ്സ് 2 നിങ്ങൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി സ്ലീവ്സിൻ്റെ അടിഭാഗം ഇങ്ങനെ മടക്കിയെടുക്കുക. അപ്പോൾ അടിഭാഗം അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ബോഡി മെഷർമെൻറ്റ്സ് അനുസരിച്ച് ജോയിൻ ചെയ്ത് വെക്കാം. ഇനി നമ്മുടെ മെയിൻ പാർട്ടായിട്ടുള്ള കോളറിൻ്റെ കാര്യമാണ്. നെക്കും ഷോൾഡറും ഇങ്ങനെ ഒരുമിച്ച് ജോയിൻ ചെയ്ത് പിടിച്ചിട്ടാണ് ഞാൻ മെഷർമെൻറ്റ്സ് എടുക്കുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് തെറ്റിപ്പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ വെച്ചിട്ട് മെഷർമെൻറ്റ്സ് എടുക്കാൻ ശ്രമിക്കണം. ഞാൻ മെഷർമെൻറ്റ്സ് എടുക്കുന്ന രീതി ഇങ്ങനെയാണ്. എനിക്ക് 2-3 തവണ ചെയ്തിട്ടാണ് ഇത് പ്രിസൈസായിട്ട് കിട്ടിയത്. ഇവിടെ 7.5 തോന്നുന്നു. 7.5 എനിക്ക് കിട്ടിയത്. ഇത് നമ്മളെ കോളറിന് വേണ്ടിയിട്ടുള്ള ക്യാൻവാസ് എടുത്തതാണ്. ഇത് ഞാൻ സിംഗിളായിട്ടാണ് എടുത്തത്. ഇത് നമ്മൾ നെക്കിനൊക്കെ വെക്കുന്ന സാധാരണ ക്യാൻവാസാണ്. നിങ്ങൾക്ക് കുറച്ച് കോളറിനൊക്കെ വെക്കുന്ന കുറച്ച് കട്ടി കൂടിയ ക്യാൻവാസ് ആണെങ്കിൽ അതെടുക്കാം. അല്ലെങ്കിൽ ഡബിളായിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ 7.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ 7.5 ഇല്ലേ, അതിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ താഴോട്ടേക്ക് 3 ഇഞ്ചുമാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അതായത് ലെങ്ത്ത് 3ഉം വിഡ്ത്ത് എന്ന് പറയുന്നത് 7.5 അത് ശ്രദ്ധിക്കണേ. 3 ഇഞ്ച് തന്നെ എടുക്കണം. അത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെഷർമെൻ്റ് ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ 1/2 ഇഞ്ച് മേലോട്ടേക്ക് മാർക്ക് ചെയ്യുക. 1/2 ഇഞ്ച്. ഇനി അതുപോലെ തന്നെ ഈ നമ്മൾ 7.5 എടുത്തില്ലേ, അവിടുന്ന് ഒരു 1/2 ഇഞ്ച് കൂടി അങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യാം. ഇനി അത് രണ്ടും കൂടി ജോയിൻ ചെയ്യാം. ഈ ക്യാൻവാസ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ബബിൾ പിന്ന് വെച്ച് സെക്യൂർ ചെയ്യണേ. പിന്നെ നമുക്ക് ഒരു 3.25 ഇഞ്ച് ആണ് ഞാൻ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തത്. 3.25 ഇഞ്ച്, അതായത് ഞാൻ എൻ്റെ നെക്കിൻ്റെ വിഡ്ത്ത് വെച്ചിട്ടാണ് മാർക്ക് ചെയ്തത്. എന്നിട്ട് ഇതുപോലെ അതിന് ജോയിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ കറക്റ്റായി മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളൊരു മെഷറിംഗ് ടാപ്പ് എടുത്തിട്ട് ഇത് 7.5 തന്നെയാണോ വരുന്നത് നോക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 7.5 തന്നെയാണോ വരുന്നത് നോക്കണം. ഇനി എന്താ, കോളറിൻ്റെ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കട്ട് ചെയ്തെടുക്കുക. അപ്പം കോളറിൻ്റെ ക്യാൻവാസ് റെഡിയാവും. ഇനി ഇതുപോലെ ഈ ക്യാൻവാസ് ഒരു തുണിയിൽ അയൺ ചെയ്ത് വെക്കുക. ആ തുണി പോലെ തന്നെ വേറൊരു തുണിയും സെയിം അളവിൽ എടുത്ത് വെക്കുക. ഇനി നമുക്കത് അടിച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ നെക്ക് ചെയ്യുന്ന പോലെ തന്നെ ക്യാൻവാസിൻ്റെ താഴോട്ടേക്ക് ഒരു 1/4 ഇഞ്ച് വീതിയിൽ എടുക്കുക. എന്നിട്ട് അതുപോലെ ഇങ്ങനെ ജോയിൻ ചെയ്ത് വെക്കുക.
പിന്നീട് നമ്മൾ ഈ നേരത്തെ മുറിച്ച് വെച്ച് വേറൊരു ക്ലോത്തും കൂടിയില്ലേ, അതിൻ്റെ നല്ല ഭാഗത്ത് മറ്റേ നമ്മൾ അടിച്ചു വെച്ചതിൻ്റെ നല്ല ഭാഗവും ചേർത്ത് വെച്ച് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ആ ക്യാൻവാസ് എങ്ങനെയാണോ പോകുന്നത് അതുപോലെ അടിച്ചു കൊടുക്കുക. ഇനി നമ്മളിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ സീം അലവൻസ് വിട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. ഈ പാർട്ടാണ് നമ്മൾ ബോഡി ആയിട്ട് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മളിത് ഹാഫായിട്ട് മടക്കിയിട്ട് സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് അവിടെ ഒരു നോച്ചിട്ട് കൊടുക്കുക. അപ്പം കോളർ റെഡിയാണ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. കോളറൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഫൈനൽ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഔട്ട്ഫിറ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ മറക്കാതെ ഫീഡ്ബാക്ക്സ് അറിയിക്കും വേണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.